ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്ത ഓവനൊന്നും ഇല്ലാതെ വളരെ ഈസിയായി ഉണ്ടാക്കാവുന്ന പാൽപ്പൊടി കേക്കിൻ്റെയും ഡേറ്റ്സ് കാറ്റ് കേക്കിൻ്റെയും പോലെ തന്നെ ഇത് നമുക്ക് എളുപ്പത്തിൽ വളരെ കുറച്ച് സമയം കൊണ്ട് ബീറ്ററും വിസ്കും ഓവനും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാം. ഈ കേക്ക് നമ്മളിന്ന് സ്റ്റീം ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, മെയിനായിട്ട് വെറും 4 ചേരുവകൾ മാത്രമേ ഈ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. മിൽക്ക് മെയ്ഡാണ് ഈ കേക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ കേക്കിൻ്റെ ടേസ്റ്റിനെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നോട്ടിഫിക്കേഷനിലൂടെ അറിയാനായി മറക്കാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. ആദ്യം ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഓവനിൽ വെച്ചൊന്ന് മെൽറ്റാക്കി എടുത്തതാണിത്. റൂം ടെമ്പറേച്ചറിലാക്കി എടുത്താലും മതി. ഇനി ഇതിലേക്ക് 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനിയാണ് നമുക്കിതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 3/4 ടിന്നോളം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഇത്രയും ചേർക്കുന്നത് കണ്ടാലും നിങ്ങൾക്ക് തോന്നും ഓവർ സ്വീറ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിതെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. 3/4 ടിന്ന് ചേർത്താൽ ടീ കേക്കൊക്കെ പോലെ മീഡിയം മധുരമാണ് ഇതിനുണ്ടാകൂ. സാധാരണ സ്പഞ്ച് കേക്കിൻ്റെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടിൻ മുഴുവനായി മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ടി വരും. എന്നാൽ പോലും മധുരത്തിൻ്റെ കുത്ത് തീരെ ഈ കേക്കിനുണ്ടാകില്ല. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒന്ന് അരിച്ച് ചേർക്കാം. മുഴുവൻ ഒരുമിച്ച് ചേർക്കാതെ 3-4 ബാച്ചായിട്ട് ചേർത്ത് മെല്ലെ ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കുമ്പോൾ ഓരോ ഡയറക്ഷനിൽ തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് സാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ അൺസാൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ മധുരം ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കുക. ഫ്ലേവറിനായിട്ട് ഞാൻ എസൻസ് ഒന്നും ചേർക്കുന്നില്ല. ഇതിൽ നമ്മൾ ഇത്രയും മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുള്ളത് കൊണ്ട് മുട്ടയുടെ ടേസ്റ്റ് ഒന്നും തീരെ അറിയില്ല. അപ്പോൾ ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് നെയ്യും പിന്നെ കുറച്ച് മൈദയും സ്പ്രെഡ് ചെയ്തൊരു പാത്രത്തിലേക്ക് ഈ ബാറ്റർ മാറ്റാം. ഞാൻ കേക്ക് ആവിയിൽ വേവിക്കാനായി വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഹോൾസ് ഉള്ള പാത്രം ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ പൊങ്ങി നിൽക്കാവുന്ന എന്തെങ്കിലും സ്റ്റാൻഡ് വെച്ചതിന് ശേഷം കേക്ക് ബാറ്റർ വെച്ച പാത്രം അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. എങ്ങനെയായാലും അത്യാവശ്യം വെള്ളം വെച്ചിട്ട് വേണം കേക്ക് ആവിയിൽ വേവിക്കാൻ. അല്ലെങ്കിൽ കേക്ക് വെന്ത് കിട്ടാൻ കുറേ സമയം എടുക്കും. മാത്രമല്ല ചിലപ്പോൾ വെള്ളം വറ്റിപ്പോകാനും സാധ്യതയുണ്ട്. ഇതുപോലെ ഹോളുള്ളൊരു ലിഡ് വെച്ചിട്ടാണ് മൂടി വയ്ക്കുന്നതെങ്കിൽ ആവി കൊണ്ടുള്ള വെള്ളം കേക്കിൻ്റെ മുകളിൽ വീഴുന്നത് പരമാവധി ഒഴിവാക്കാം. ഞാൻ കുറേ മുന്നേ ഇതുപോലെ ആവിയിൽ വേവിച്ചുണ്ടാക്കുന്ന ചീസ് കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കേക്ക് റെസിപ്പികളുടെ എല്ലാ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണുന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം വെച്ചിരുന്നത് കൊണ്ട് എനിക്ക് 1 മണിക്കൂറിലേറെ സമയം എടുത്തത് വെന്ത് കിട്ടാൻ. നമ്മൾ വെക്കുന്ന അരിപ്പ് പാത്രത്തിന് തൊട്ട് താഴെ വരെ വെള്ളം വയ്ക്കുക. അപ്പോൾ 40-45 കൂടിപ്പോയാൽ ഒരു 50 മിനിറ്റ് അതിനുള്ളിലായിട്ട് കേക്ക് റെഡി ആയിട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു വ്യത്യാസമായിട്ട് സ്റ്റീം ചെയ്ത് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മുന്നേ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ള പോലെ വലിയൊരു പാത്രത്തിൽ ഉപ്പും സ്റ്റാൻഡൊക്കെ വെച്ച് അതിന് മുകളിൽ ബാറ്റർ വെച്ച പാത്രം വെച്ച് വേവിക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ചും വേവിക്കാം. പ്ലാസ്റ്റിക് അല്ലാത്ത ഏത് പാത്രത്തിലും, അലുമിനിയം പാത്രം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലൊക്കെ വെച്ച് കേക്ക് വേവിക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന, വളരെ കുറച്ച് ചേരുവകൾ വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കാണിത്. തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുതേ. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായവും കമൻറ്റായി തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റി വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.